യുദ്ധമുഖത്തു നിന്ന് വരുന്ന വാർത്തകൾ അവയുടെ ആ ഒരു യാഥാർത്ഥ ചിത്രം പുറത്തു വരുന്നതുവരെ ഒരു മാധ്യമങ്ങളും കാത്തു നിൽക്കാറില്ല. നമ്മുടെ മാധ്യമങ്ങൾ യുദ്ധം പോയിട്ട് ചെറിയ സംഭവങ്ങളുടെ നിജസ്ഥിതി അറിയുന്നതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്ത് ശീലമുള്ളവരാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഹിസ്ബുള്ള ഇസ്രായേൽ സംഘർഷത്തിൽ വളരെ വൈകി മാത്രമാണ് നമ്മളുടെ പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്? പ്രത്യേകിച്ച് നസറുള്ള കൊല്ലപ്പെട്ടതിന് ശേഷം. നസറുള്ള കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അതൊരു വാർത്തയാക്കിയത്. ഒരുപക്ഷെ IDFൻ്റെ സ്ഥിരീകരണം വരാൻ കാത്തിരുന്നതാകാം. ഏതായാലും ആ ഒരു ഭാഗത്തേക്ക് നാം ചിന്തിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ ഇസ്രായേൽ ഹിസ്ബുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് പോരാട്ടങ്ങൾ വലിയ രീതിയിൽ വാർത്തയായി മാറാറുള്ളത്. ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ്, അത് പ്രത്യേകിച്ച് ഹനിയ വധത്തിന് ശേഷം ഇറാൻ ഇസ്രായേലിന് തിരിച്ചടി നൽകും എന്ന വലിയ രീതിയിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ പല മാധ്യമങ്ങളും വാർത്തകൾ നൽകിയിരുന്നു, അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്തകൾ നൽകി. പിന്നീട് ഒരു അനക്കവും ഇറാൻ്റെ ഭാഗത്തു നിന്ന് കണ്ടില്ല. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വലിയ രീതിയിൽ ഉയർന്നു വരികയും ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വാർത്തകൾ സ്ഥിരമായി കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഒരു കാര്യം ശ്രദ്ധയോട് നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ ഇസ്രായേൽ ഹമാസ് പോരാട്ടം നടക്കുമ്പോൾ ഈ അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾ വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ച് ഹനിയയുടെ കൊലപാതകത്തിൽ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ വലിയ ബഹളങ്ങളാണ് കാട്ടിക്കൂട്ടിയത്. എന്നാൽ ഹിസ്ബുള്ള ഇസ്രായേൽ സംഘർഷം വരുമ്പോൾ അവരിൽ പലരും മൗനമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം നാം കണ്ടത്. നസറുള്ള കൊല്ലപ്പെടുന്നു. കൊല്ലപ്പെട്ടതിന് ശേഷം അറബ് ലോകത്ത്, അറബ് രാജ്യങ്ങളുടെ ഇടയിൽ ഇല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇടയിൽ അതിനെ അപലപിച്ചുകൊണ്ട് ഏതെങ്കിലും പ്രധാനപ്പെട്ട രാജ്യം വരുന്നതായി നാം ആരും കണ്ടില്ല. ആകെ സിറിയയും ഇറാഖും മാത്രമാണ് 3 ദിവസത്തെ ദുഃഖാചരണം പറഞ്ഞിരിക്കുന്നത്. ബാക്കി ഒരു രാജ്യവും, സൗദി അറേബ്യ അടക്കമുള്ള ഒരു രാജ്യവും നസറുള്ളയുടെ പേര് പോലും പരാമർശിച്ചില്ല. ഖത്തറില്ല, ബഹ്റിനില്ല, UAE ഇല്ല. എന്തിനേറെ ഇറാനുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഈജിപ്റ്റ്, ലെബനനിലെ സംഭവ വികാസങ്ങൾ ഉത്കണ്ഠ രേഖപ്പെടുത്തുമ്പോഴും നസറുള്ളയുടെ പേര് പറഞ്ഞില്ല. സൗദിയും ലെബനനിലെ അവിടുത്തെ സംഭവ വികാസങ്ങളും ജനങ്ങളുടെ ദുരിതത്തിനെക്കുറിച്ചും പറയുമ്പോഴും നസറുള്ളയുടെ പേര് അവർ പറയുന്നില്ല. അതിന് കാരണം 2016 ഈ അറബ് ലീഗ് നസറുള്ളയും അദ്ദേഹത്തിൻ്റെ സംഘടനയും ഭീകര സംഘടന എന്ന് പറഞ്ഞ് കൊണ്ട് ഉത്തരവിറക്കിയവരാണ്, ഒരു പ്രമേയം പാസ്സാക്കിയവരാണ്. അതായത് നസറുള്ള അവരെ സംബന്ധിച്ച് ഷിയ സായുധ സേനയുടെ തലവനാണ്, ഭീകരനാണ്, ഭീകര സംഘടനയാണ്. എന്നാൽ കഴിഞ്ഞ വർഷമാണ് ഈ അറബ് ലീഗ് ഈ നിരോധനം, ഈ ഹിസ്ബുള്ളയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം പിൻവലിച്ചിരുന്നു. ഇവരാരും നമ്മൾ ഈ നസറുള്ള മരിച്ചപ്പോൾ ഒരു തരി കണ്ണീർ വാർക്കാനോ അപലപിക്കാനോ ഇസ്രായേൽ ചെയ്തത് മോശമാണെന്ന് പറയാനോ രംഗത്തെത്തിയിരുന്നില്ല. ഇവിടെ നാം കാണേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2020 UAEയും ഈ ബഹ്റിനുമൊക്കെയായി ഇസ്രായേൽ നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. ബഹ്റിന് ഈ ഷിയ പ്രക്ഷോഭകരെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. 2011 ഈ ഷിയ വിഭാഗം ബഹ്റിൽ നടത്തിയ ഒരു വലിയ പ്രക്ഷോഭമുണ്ടായിരുന്നു. അതിൻ്റെ മുറിവ് ഇനിയും ബഹ്റിന് ഉണങ്ങിയിട്ടില്ല. അവിടെ ഒരു യുദ്ധത്തിനായി ഇറങ്ങി ഇറാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ കൂടെ കരയാൻ സ്വന്തം രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനം പോലും ഉണ്ടാകില്ല എന്നൊരു തിരിച്ചറിവ് ഇറാന് നന്നായുണ്ട്. ഈ നസറുള്ള മരിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇറാനിലും സിറിയയിലും യമനിലുമൊക്കെ വലിയ ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന സ്ത്രീകളടക്കമുള്ളവരുടെ വിഷ്വൽസുകൾ, വീഡിയോകൾ, ഫുട്ടേജുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇതിനോടൊപ്പം തന്നെയാണ് മറ്റ് അറബ് രാജ്യങ്ങളൊക്കെ അതിനോട് മുഖം തിരിച്ച് നിൽക്കുന്നത്. ഈ അവസരത്തിൽ ഇറാൻ ഇനി ഒരു പേടിപ്പിക്കാനാണെങ്കിൽ പോലും ഇസ്രായേലിനെതിരെ ഒരാക്രമണത്തിന് മുതിർന്നാൽ അറബ് ലോകത്തു നിന്ന് യാതൊരു പിന്തുണയും ഇറാന് ലഭിക്കില്ല. ഇത് തന്നെയാണ് ഇറാനെ ഭയപ്പെടുത്തുന്നത്. ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഒരു യുദ്ധത്തിനായി ഇറങ്ങി പുറപ്പെടുമ്പോൾ അവർക്ക് ഒരു പിന്തുണ ഉറപ്പാക്കിയതിന് ശേഷമാണ് ഇറങ്ങി പുറപ്പെടുന്നത്. ഇവിടെ നാം അത് കണ്ടു. റഷ്യ ഉക്രൈൻ വാറിൽ റഷ്യക്കെതിരെ വലിയ ഉപരോധം വന്നു. യൂറോപ്യൻ യൂണിയനൊക്കെ വളരെ ശക്തമായി തന്നെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ അവിടെ റഷ്യ അതിനു മുൻപ് നടത്തിയതും അതിനുശേഷം നടത്തിയതുമായ നയതന്ത്ര വിജയങ്ങളായിരുന്നു. ചൈനയിൽ നിന്ന് അവർക്ക് ആയുധങ്ങളടക്കമുള്ളവ ലഭിക്കുവാനൊരു വഴി തുറന്നു കിട്ടി. ഒപ്പം തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അവരിൽ നിന്ന് എണ്ണ വാങ്ങി സാമ്പത്തികം നൽകി. ഇങ്ങനെയൊരു സാഹചര്യം. ഇസ്രായേൽ നെഞ്ചുവിരിച്ച് പോരാടുമ്പോൾ ഇസ്രായേലിന് പിന്നിൽ യൂറോപ്യൻ യൂണിയൻ ഒന്നടങ്കമുണ്ട്. നാറ്റോ സഖ്യം, അതിലെ അമേരിക്ക ജീവൻ കളഞ്ഞും ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു. ഇവിടെയാണ് ആരും കൂട്ടിനില്ലാതെ ഈ പ്രോക്സി സംഘടനകളുമായി രംഗത്തിറങ്ങുന്ന ഇറാൻ. അതായത് ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഹൂത്തികളെയും കണ്ടുകൊണ്ട് മാത്രം ഇസ്രായേലിനെ പോലൊരു രാജ്യത്തെ ആക്രമിക്കാൻ ഇറാന് കഴിയില്ല. അത് ഇറാന് നന്നായി അറിയാം. എന്തുകൊണ്ട് ഇറാൻ തിരിച്ചടിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമാണിത്. എങ്കിലും ഇറാൻ ഒന്ന് ഇസ്രായേലിനെ അടിച്ചിരുന്നെങ്കിൽ എന്ന് കരുതുന്നവർ ഏറെയുണ്ട്. കാരണം അവർക്ക് യുദ്ധം കാണാനൊരു രസം മാത്രമാണ്. പക്ഷേ നസറുള്ളയുടെ മരണം നമ്മുടെ രാജ്യത്ത് ചില ഇടങ്ങളിലെങ്കിലും അതൊരു വലിയ അലയലുകൾ തീർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ മെഹബൂബ മുഫ്തി ഒരു ദിവസത്തെ അവരുടെ
തിരഞ്ഞെടുപ്പ് പ്രചരണം റദ്ദ് ചെയ്തുകൊണ്ട് ദുഃഖത്തിൽ അണിചേരുകയും പ്ലക്കാർഡുകൾ, അതായത് നസറുള്ളയുടെ പടം, ചിത്രം പതിച്ച പ്ലക്കാർഡുകൾ പിടിച്ച് കാശ്മീരിൻ്റെ തെരുവുകളിൽ പ്രകടനം നടത്തുകയും മറ്റും ചെയ്തിരുന്നു. കേരളത്തിൽ ഏതായാലും സംഘടനകളൊന്നും പ്രത്യക്ഷത്തിൽ നസറുള്ളയുടെ മരണത്തെ അനുശോചിക്കാനായി രംഗത്തെത്തിയില്ല. ഇവിടെ ഷിയ സുന്നി വ്യത്യാസം മറന്നീക്കി പുറത്തു വരുന്നു. സുന്നി നേതൃത്വത്തിലുള്ള അറബ് രാജ്യങ്ങൾ ഒന്നും തന്നെ ഈ നസറുള്ളയുടെ പേര് പോലും പറയാൻ തയ്യാറായിട്ടില്ല. ഈജിപ്റ്റ് ഈ ഇറാനുമായി അടുത്ത ബന്ധം സ്ഥാപിച്ച് ഇപ്പോഴും നല്ല ബന്ധത്തിൽ പോകുന്ന ഒരു രാജ്യമാണെന്ന് കൂടി ഓർക്കണം. അതായത് ഇറാൻ്റെ ഈ സംഘടനകളെ, ഇറാൻ്റെ പ്രോക്സികളെ മറ്റ് അറബ് രാജ്യങ്ങൾ, ഇസ്ലാം രാജ്യങ്ങൾ അവരുടെ ഭീഷണിയായിട്ടാണ് കാണുന്നത്, അല്ലാതെ അവരുടെ സുഹൃത്ത് രാജ്യമായിട്ടല്ല. അതായത് പൊതുവിൽ നാം നോക്കുമ്പോൾ മുസ്ലിം എന്ന ഒരൊറ്റ വിളിപ്പേരിനപ്പുറം ഇതിൽ അനവധി വിഭാഗങ്ങളുണ്ട്, അവാന്തര വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങളെ ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. പക്ഷേ വാർത്തകൾ നമ്മൾ പറയുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ അതൊരു ഇസ്ലാമിക രാജ്യം ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിലുള്ള വേറെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും 32 വർഷം ഷിയ സായുധ സംഘത്തെ നയിച്ച ഈ നസറുള്ള എന്ന് പറയുന്ന ആ ഒരു നേതാവ് ഒരു ഭീകരനായി തന്നെയാണ് ബഹുഭൂരിപക്ഷം ഇസ്ലാമിക രാജ്യങ്ങളും കാണുന്നതെന്ന് സാരം. ഇനി പാകിസ്ഥാനിലേക്ക് വരുമ്പോഴാണ് വളരെ കൗതുകകരമായ ഒരു കാര്യം അവിടെ കാണാൻ കഴിയുന്നത്. എത്ര പേർ ആ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നറിയില്ല. പാകിസ്ഥാനിൽ ഈ നസറുള്ളയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് US എംബസിയിലേക്ക് അവിടുത്തെ ചില സംഘടനകൾ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുകയുണ്ടായി. ഈ മാർച്ച് പോലീസ് തടഞ്ഞതോടുകൂടി മാർച്ച് അക്രമാസക്തമായി, കണ്ണിൽ കണ്ടതെല്ലാം തച്ചുടച്ചു. ഇത് വളരെ കൗതുകം ജനിപ്പിക്കുന്ന കാര്യമാണ്. എവിടെയോ കിടന്ന് നസറുള്ളയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം രാജ്യത്തെ പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു ജനത്തിന് ലോകത്ത് വേറെങ്ങും നമുക്ക് കാണാൻ കഴിയില്ല. ഏതായാലും ഈ വരുന്ന ഒക്ടോബർ 7 നമ്മളുടെ രാജ്യത്ത് പലസ്തീൻ ഐക്യദാർഢ്യവും ഒപ്പം തന്നെ ഇസ്രായേലിനെ നിലക്ക് നിർത്തുന്നതിനുമായിട്ട് 5ഓളം ഈ ഇടതുപക്ഷ പാർട്ടികൾ ഒരു വലിയ പ്രതിഷേധ പ്രകടനത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. അവർ അത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതിനു മുൻപും പലതും അവർ ചെയ്തിട്ടുണ്ട്. ഏതായാലും എന്തുകൊണ്ട് ഇറാൻ തിരിച്ചടിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. ഇസ്രായേലിനെ ഭയന്നിട്ട് മാത്രമല്ല, പകരം യുദ്ധത്തിനായി ഇറങ്ങി പുറപ്പെട്ടാൽ കൂടെ നിൽക്കാൻ ആരുമുണ്ടാകില്ല. കൂടെ നിൽക്കുമെന്ന് കരുതുന്ന റഷ്യയാകട്ടെ ഇപ്പോൾ അവരൊരു വലിയ യുദ്ധത്തിൻ്റെ മുഖത്താണ്. യുദ്ധമുഖത്ത് നിന്ന് എങ്ങനെ കരകയറണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന പുട്ടിനെടുത്ത് ഇനിയൊരു സഹായം ചോദിക്കാൻ കഴിയില്ല. ഏറ്റവും ഒടുവിൽ കേട്ട വാർത്ത ഇസ്രായേലിൽ നിന്ന് കുറേ മിസൈലുകൾ റഷ്യയ്ക്ക് നൽകിയിരുന്നു. കാരണം ആയുധങ്ങളും അവരുടെ കയ്യിൽ തീർന്നു തുടങ്ങുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പെട്ടു നിൽക്കുകയാണ് ഇറാൻ. ശവത്തിൽ കുത്തരുതെന്ന് മാത്രമേ ഈ അവസ്ഥയിൽ പറയാനുള്ളൂ. ഇതന്നെയാണ് ന്യൂസിന് വളരെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.